ഹലോ ഗൈസ്, പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ തിരിച്ച് കോളേജിലോട്ട് പോവുകയാണ്. സോ കേരളത്തിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. അവിടെ വെല്ലൂരാണ് നമ്മുടെ VIT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ്. സോ നമ്മുടെ വീടിനോട് ടാറ്റ ബൈ ബൈ പറയുന്ന സമയമായിട്ടുണ്ട്. വീടിനോടും വീട്ടുകാരോടൊക്കെ ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. സോ ബൈ ബൈ, ഐ വിൽ മിസ് യു മൈ വീട് ബൈ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മെക്കിൻകുട്ടൻ അവിടെ കിടപ്പുണ്ട്. സോ മെക്കിൻകുട്ടനോടും ബൈ പറയണം. ബൈയുടെ മെക്കിന് പോയിട്ട് വരാം, നല്ല കുട്ടിയായി നിന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇനിയിപ്പം ഞാൻ ഇവിടുന്ന് പോകുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. പോയി അവിടെ റീച്ച് ആവുന്ന അതിനുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ. സോ ഗൈസ്, അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോയിലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ നമ്മൾ അങ്കമാലി എത്തിപ്പിക്കും ഇരുട്ടായി, മഴയൊക്കെ ചെറുതായിട്ട് ചാറി തുടങ്ങിയിട്ടുണ്ട്. സോ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അറിയില്ല. സോ അതേ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സോ ഫ്രണ്ടിൽ ഒരു ചേച്ചിയെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സോ നമ്മളത് അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. സോ നമുക്ക് പ്ലാറ്റ്ഫോം 2-ലാണ്. സോ നമുക്ക് അതിന് വേണ്ടി ഈ ഒരു സ്റ്റെപ്പ് കയറി ഇറങ്ങണം. ഈ ഒരു ബ്രിഡ്ജ് കയറി ഇറങ്ങിയാലാണ് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുള്ളൂ. സോ നമുക്ക് കയറി ഇറങ്ങാം കേട്ടോ. ഞാൻ എത്തി ഇവിടെ കുറച്ച് ഇരുന്നിട്ടുണ്ട് സെറ്റായിട്ട്. ഈ ബാക്കിൽ ഈ ഒരു വണ്ടി കിടപ്പുണ്ട്. ഇത് എന്തിൻ്റെ വണ്ടിയാണെന്ന് അറിയാൻ പാടില്ല. റെയിൽവേ ട്രാക്കിലാണ് കിടക്കുന്നത്. സോ എന്താ സംഭവം എന്ന് ആരെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ താഴെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത് ഒരു ട്രെയിൻ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നിർത്താത്ത ഒരു ട്രെയിനായിരുന്നു. അങ്ങനെ ട്രെയിനിനെയൊക്കെ കണ്ട് ഇങ്ങനെ നോക്കിയിരുന്നു. ഞാൻ പോസ്റ്റായി. 1 മണിക്കൂർ നേരത്തെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. 8 മണി ട്രെയിൻ 7 മണിയായപ്പോൾ എത്തി. പിന്നെ ട്രെയിനും ലേറ്റായി. അങ്ങനെ ഇച്ചിരി പണിയായിരുന്നു. സോ അതേ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ്. സോ വല്ലാത്ത പോസ്റ്റ് ആവലായിപ്പോയി. സോ അതേ നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൽ ചാടി കയറണമെന്നില്ല, വണ്ടി നിർന്ന് കഴിഞ്ഞിട്ട് കയറണുള്ളൂ. നമുക്ക് അപ്പറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അവിടെ കയറി ഇരുന്നിട്ടുണ്ട്. നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. സോ എല്ലാം സെറ്റാണ്, കുഴപ്പമൊന്നുമില്ല. താഴത്തൊക്കെ ആക്കാനുണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ സെറ്റാണ്. എന്നിട്ട് ഞാൻ മമ്മി ചപ്പാത്തിയും മുട്ടയും ചൂട്ടി വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഡിന്നറിന് കഴിക്കാൻ വേണ്ടി. സോ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് താല്പര്യം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കഴിച്ചതിന് ശേഷം കൈ കഴുകിയിട്ട് ഈ ഡോറിൻ്റെ സൈഡിൽ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടി നിന്നു. ഡോറിൻ്റെ അറ്റത്തേക്കൊന്നും പോയി നിന്നല്ലേ ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങി നിന്നുള്ളൂ. സോ നമുക്ക് പേടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് അങ്ങോട്ട് ഇച്ചിരി നീങ്ങിയൊന്നുമില്ല. പക്ഷേ നല്ല വൈബാണ് കേട്ടോ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ. നമ്മൾ കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഒരു ഗൈസ്, അങ്ങനെ നമ്മൾ കാട്ട്പാടി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നു. വെല്ലൂര് കാട്ട്പാടി സ്റ്റേഷനിലാണ് ഇറങ്ങിയേക്കുന്നത്. സോ ഇനിയിപ്പോൾ എൻ്റെ ഫ്രണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം വന്നതിന് ശേഷം അവൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ വന്നിട്ടുണ്ട്. സോ നമ്മുടെ അവൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, അവൻ്റെ ബുള്ളറ്റിന്. അങ്ങനെ ഞാൻ അവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ അവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. സോ ഇപ്പോൾ ഉച്ചവരെ എവിടെയാണ് സ്റ്റേ. അത് കഴിഞ്ഞിട്ട് വേറെ റൂമുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ, അങ്ങോട്ടേക്ക് മാറണം. സോ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കണം. സോ എന്തായാലും ഇപ്പോൾ ഇവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഇവിടെ റെസ്റ്റ് എടുത്ത് ഇവൻ്റെ അടുത്ത് കുറേ സംസാരിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ മച്ചാൻ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ദോശ ഉണ്ടാക്കാൻ വേണ്ടി ദോശ മാവിലേക്ക് ഇതൊക്കെ സെറ്റ് ചെയ്ത് ദോശ ഉണ്ടാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, എങ്ങനെയൊന്നും അറിയില്ല, കഴിച്ചു നോക്കണം. സോ ഗൈസ്, നമുക്ക് ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാനും സഹായിച്ചു അവനെ ദോശ ചൂടാൻ. പിന്നെ ദോശയും തേങ്ങാപ്പാലും കൂട്ടി കഴിച്ച് അടിപൊളിയാന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. സോ ഗൈസ്, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. സോ തേങ്ങാപ്പാൽ കൂട്ടി കഴിയുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഇടിയപ്പവും തേങ്ങാപ്പാൽ പഞ്ചസാര ഇട്ടൊക്കെ കഴിക്കാനുണ്ടല്ലോ, അതുപോലത്തെ ഒരു സംഭവമാണ്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിൽ മുക്കി കഴിക്കുമ്പോൾ ഒരു തേങ്ങാപ്പാലിൻ്റെ മാതിരത്തിന് ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. സോ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ വീടിൻ്റെ ബാൽക്കണിയിൽ ഒരു വലിയ ഊനാലുണ്ട്. സോ അതിലിരുന്ന് അവൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നോക്കട്ടെ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫ്രണ്ടിന് ഫോൺ എടുക്കണമെന്നുണ്ട് നമ്മളുടെ ഫോൺ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ സത്യ മൊബൈൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ കടയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ ഇവിടെ അവൻ ഐഫോൺ എടുത്തിരിക്കുകയാണ്. സോ അവൻ്റെ വളരെ കാലത്തൊരു ഡ്രീമായിരുന്നു. അതിന് ശേഷം നമ്മളിവിടെ ഒരു മാർക്കറ്റിൽ ഈവനിങ് ആയിപ്പോൾ ഒന്ന് നടക്കാറിങ്ങിയിട്ടാണ്. സോ ഇവിടെയാണ് നമ്മുടെ കാട്ട്പാടി മാർക്കറ്റ് ഉള്ളത്. സോ ഗൈസ്, ഇത്രയുള്ളത് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ വേറെ എങ്കിലും പോയി അവൻ്റെ വീട്ടിൽ തന്നെ ഇന്നത്തേക്ക് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചേക്കാണ്. സോ മാറണോ എന്താണെന്ന് തീരുമാനമായിട്ടില്ല. സോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നാളെ ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നതായിരിക്കും. നാളെ ആയിരിക്കും നമ്മൾ കോളേജ് പോകണ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സോ നാളെ തൊട്ടാണ് കോളേജ്. സോ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സോ നാളെ ഒരു അടിപൊളി വ്ളോഗ് വരുന്നതായിരിക്കും. സോ അതായിരിക്കും എല്ലാവർക്കും ബൈ.